ഈ ഇടയ്ക്ക് വേറൊരു നടി ഒരു സ്റ്റേജിൽ കയറി വന്ന് അവിടെ ഇരുന്നതെന്ന് പറഞ്ഞാൽ അവർ ബാത്റൂമിൽ പോയിട്ട് വന്നതുപോലെ ആയിരിക്കുന്നത്. ഈ ഒരു ഷർട്ട് മാത്രം ഇട്ടിട്ട്, ഒരു യെല്ലോ ഷർട്ട്, ഇപ്പോൾ വൈറലായ ഒരു കേസാണ് അത്. ഈ എന്തിനാ ബാത്റൂമിൽ പോയിട്ട് വരുന്ന? അത് നമുക്ക് ബാത്റൂമിൽ ഉപയോഗിക്കേണ്ട ഡ്രസ്സ് ഉണ്ട്, ബെഡ്റൂമിൽ ഉപയോഗിക്കേണ്ടതുണ്ട്, വീട്ടിൽ ഉപയോഗിക്കേണ്ടതുണ്ട്, പുറത്ത് ഉപയോഗിക്കേണ്ടത്. മാന്യമായ വസ്ത്രം എന്നുള്ളത് കൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താ? ഏറ്റവും സമാധാനപരമായാണ് ഞാൻ ചോദിക്കുന്നത്. പോക്സോ കേസ് എടുത്ത് ഹണി റോസിനെ ജയിലിലടയ്ക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ കാര്യം. സിനിമാ സെറ്റിൽ ഉപയോഗിക്കുന്നത് പോലെ വച്ചുകെട്ടെന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. അജിത് കുമാർ ഇപ്പൊ ഈ പറഞ്ഞ ഈ ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ വച്ചുകെട്ട് എന്നുള്ള ഒരു വാക്ക് അവരെ പറ്റി പരാമർശിച്ചതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു ബന്ധവും ഇല്ലാന്ന് ഞാൻ ഇവിടെ തുറന്നു പറയണം. അത് അദ്ദേഹത്തിന്റെ മാത്രം പരാമർശമാണ്. ബോച്ചെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു തമാശ രൂപേണയാണെങ്കിലും അല്ലെങ്കിലും ഞാനത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് അവരെ വിഷമിപ്പിച്ചെങ്കിൽ ഞാൻ മാപ്പ് പറയുന്നു എന്ന് പോലും ബോച്ചെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മാപ്പ് പറഞ്ഞുവെങ്കിൽ അത് അവിടെ വെച്ച് മാന്യമായിട്ട് നിർത്തണ്ടായിരുന്നു. അതല്ലേ ശരി. അത് നമ്മളിപ്പോൾ എന്നോടൊരാൾ തെറ്റ് ചെയ്തു, ശരി, തെറ്റ് ചെയ്തോ ഇല്ലയോ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ആ കേസ് ഏറ്റെടുത്ത്, ആ തെറ്റ് ഏറ്റെടുത്ത് അദ്ദേഹം മാപ്പ് പറഞ്ഞാൽ അത് അവിടെ വെച്ച് ക്ലോസ് ചെയ്യണ്ടേ. കാര്യം പീഡിപ്പിച്ചതല്ലല്ലോ. ദ്വയാർത്ഥം പറഞ്ഞ രീതി അനുസരിച്ചിട്ടാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എം എം മണിയെ പോലുള്ളവരല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്, കേസെടുക്കേണ്ടത്. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഹണി റോസ് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. ആ യുദ്ധം ഇപ്പൊ എവിടെ? ചീറ്റിപ്പോയില്ലേ?